തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന നാൾ മുതൽ ഇഴകീറി വലിച്ചുകീറിയുള്ള ചർച്ചകളായിരുന്നു എല്ലാ രാത്രികളിലും. ഇന്നേതായാലും ആ പതിവിനില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിനം ഞങ്ങൾക്കും നിശബ്ദ ചർച്ചയാണ്. ഒരുപാട് ആളുകൾക്ക് ആശയക്കുഴപ്പമായി ഈ ടൈറ്റിൽ എന്തുകൊണ്ട് നിശബ്ദ ചർച്ച എങ്ങനെയാണ് ചെയ്യുക എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഞങ്ങൾ ഇതിലൂടെ പ്രതിനിധാനം ചെയ്യുന്നത് നിശബ്ദമായ പ്രചരണത്തിൻ്റെ ഈ ദിവസത്തെ ചർച്ച എന്ന നിലയിലാണ്. ഇത് ഏറ്റവും പ്രധാനമായി മുമ്പ് പറഞ്ഞ പോലെ അതിൻ്റെ പതിവ് രാഷ്ട്രീയ ചൂടല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തിരക്കുകളിൽ ആണ്ട് മുഴുകിപ്പോയ സ്ഥാനാർത്ഥികൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രവർത്തകർ, അങ്ങനെ ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട്. അവരൊക്കെ കാണാതെ പോയ, വിട്ടുപോയ, അവർ തന്നെ കേരളത്തിന് പങ്കുവെച്ച ഒരുപാട് കാഴ്ചകളുണ്ട്, രാഷ്ട്രീയ രസങ്ങളുണ്ട്. അതിലേക്കൊക്കെയാണ് ഈ നിശബ്ദ ദിവസത്തിൽ ഈ ചർച്ച മുന്നോട്ട് പോവുക. അവർക്കായി ഞങ്ങളിത് സമർപ്പിക്കുകയാണ്. നിശബ്ദ ചർച്ച അവർക്കായി, കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധമുള്ള ജനതയ്ക്കായി സമർപ്പിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊപ്പം ലല്ലുവും ഗോപിയുമുണ്ട്, അഥവാ ഗോപികൃഷ്ണനും എസ് ലല്ലുവും. ലല്ലു, ഗോപി, തുടങ്ങാം. ഏതായാലും എനിക്ക് തോന്നുന്നു ഇത്തവണ ലൂസിഫറിൻ്റെ വരവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വരവും ഒരുപോലെയായിരുന്നു. പോസ്റ്ററിലെല്ലാം മോഹൻലാലിനെ കാണാനില്ല അല്ലേ? മോഹൻലാലിനെ കാണാനില്ലെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ നല്ല സജീവമായതിനു ശേഷം വരുന്നൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പ്രത്യേകതയാണ്. സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഫലപ്രഖ്യാപനവും കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ലൂസിഫറായി മാറി ആണ്. പക്ഷേ അവിടെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഫലപ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ലൂസിഫറിന്റെ വരവ്. സോഷ്യൽ മീഡിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി അവർ പോസ്റ്ററുകളെല്ലാം എനിക്ക് തോന്നുന്നു ആരിഫ് ആലപ്പുഴ ലൂസിഫർ ആരിഫ് അല്ലേ? അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നൊക്കെ ഉള്ളത് മാറിയിട്ട് എല്ലാവരും, ഗോപി, എല്ലാ ജനപ്രതിനിധികളും നായകന്മാരാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നതാണ് ഓരോ പോസ്റ്ററുകളും. അതിൽ ഏറ്റവും രസമായത് ഞാൻ പ്രകാശിന്റെ പോസ്റ്ററായിരുന്നു. അതിലൊരു നായകത്വമില്ല, അതിലൊരു കുസൃതിയായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ അസാധ്യ പോസ്റ്ററായിരുന്നു. ആരും ചിരിച്ചു പോകും. ആറ്റിങ്ങിലേക്ക് കോന്നിയിൽ നിന്ന് യമഹ ബൈക്കിൽ വരുന്ന അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അത് പങ്കുവെക്കുകയും ചെയ്തു. ആ ഒരു പോസ്റ്ററിന്റെ ഒരു പ്രകാശമേകാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റർ. അസാധ്യമായ വർക്കായിരുന്നു അല്ലേ? നല്ല രസമുള്ള നല്ല യഥാർത്ഥത്തിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ കണ്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു. ഈ തീം വൈസ് പോസ്റ്ററുകൾ വന്നൊരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ. സതീഷ് ചന്ദ്രന് വേണ്ടി ഇറങ്ങിയ കുറെ പോസ്റ്ററുകൾ കണ്ടില്ല. നമ്മുടെ ഈ സ്ക്രീനിൽ അതുണ്ടാവില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. സോഷ്യൽ മീഡിയക്കകത്ത് പുറത്ത് ഇപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയക്ക് പുറത്ത് മാധ്യമപ്രവർത്തക ആയ കാലത്ത് പോലും വീണ ഒരു ഹെഡ്ലൈനും ഇത്രയും നല്ല ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ടാവില്ല അല്ലേ? നമ്മുടെ മനമാണ് കുമ്മനം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ന്യൂസ് ചാനലുകളിൽ ഹെഡ്ലൈൻ പോകുമ്പോൾ നമ്മുടെ അടിയിൽ ഒരു സ്ട്രിപ്പ് എഴുതി കാണിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ന്യൂസ് സ്ട്രിപ്പുകളെ പോലെ തന്നെ പക്ഷേ ഇതിലും ഏറ്റവും മനോഹരമായി ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഓരോ പോസ്റ്ററുകളും ആസ്വദിക്കാവുന്ന പോസ്റ്ററുകൾ. ഈ ചുവരുകളിൽ വന്ന പോസ്റ്ററുകൾ ഭയങ്കര രസമായിരുന്നു. നല്ല പോസ്റ്ററുകൾ വന്നു. അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ. ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും അവസാനം കുമ്മനത്തിന് വേണ്ടി ഇറങ്ങിയ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് കുമ്മനം ചമ്പരം പണിഞ്ഞ് ഒരു ഗ്ലാസ് ചായ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റർ. പക്ഷേ അതിന് കൗണ്ടർ പറയുന്നില്ല. കുമ്മനത്തിന് തൊട്ട് പിന്നാലെ ശശി തരൂരിന് അത് ഭയങ്കരമായിട്ട് കൗണ്ടർ ചെയ്ത് ശശി തരൂർ ഏറ്റവും രസമായിട്ടുള്ള കൊല്ലത്തെയാണ്. കൊല്ലത്തെ അത് ലല്ലുവിന്റെ നാടല്ലേ, ഒരു രക്ഷയില്ല. കൗണ്ടറിന്റെ കൊല്ലം ഈ കേട്ടത്. നമ്മൾ ഈ സ്പാനിഷ് ലീഗിലേക്ക് എൽ ക്ലാസിക്കോ എന്ന് പറയും. ഈ പ്രധാനപ്പെട്ട ഇപ്പം റിയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ മത്സരിക്കുമ്പോൾ എൽ ക്ലാസിക്കോ എന്നൊക്കെ വിശേഷം പ്രധാനപ്പെട്ട രണ്ട് ടീമുകൾ തമ്മിലുള്ള ഭയങ്കര പോരാട്ടമാണ്. അതാണ് കൊല്ലത്തെ എൽ ക്ലാസിക്കോയാണ്. അത് വേറെ ഉണ്ട്. ജാവേദ് ഫേസ്ബുക്കിൽ എഴുതിയാണ്, മാധ്യമപ്രവർത്തകൻ, അണ്ടിമുക്ക് FC വേഴ്സസ് ബാഴ്സലോണ വയനാട്ടിലെ മത്സരത്തെ കുറിച്ച് എഴുതിയത്. അത്ര കട്ട ലോക്കലാണ്, അതേസമയം ഇന്റർനാഷണൽ ആണെന്ന് ഫീൽ ചെയ്യുന്ന തരത്തിൽ. ഞാൻ സിനിമയുടെ പേരിനെ ഒന്ന് മാറ്റി പിടിച്ചതാ. ഗോവി സമ്മതിക്കുന്നില്ല. ഈ പറയുന്ന പോലെ ഈ രണ്ട് ഹെവി വെയിറ്റുകൾ, അതായത് ഒന്നും പറയാനില്ലാത്ത രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ളൊരു വലിയ പോരാട്ടമാണ്. ഒരേപോലെ എനിക്ക് തോന്നുന്നു ആ പോസ്റ്ററാണ് കിടിലം. കേരളത്തിന്റെ അഭിമാനം ബാലഗോപാൽ എന്ന് പറയുകയും രാജ്യത്തിന്റെ അഭിമാനം കൊല്ലത്തിന്റെ അഭിമാനം ബാലഗോപാൽ എന്ന് CPM പോസ്റ്റർ അടിക്കുമ്പോൾ പ്രേമേന്ദ്രൻ ഇന്ത്യയുടെ അഭിമാനം എന്ന് പറഞ്ഞ് UDF പോസ്റ്റർ അടിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കൊല്ലത്തെ പ്രചാരണം തുടങ്ങിയ നാൾ മുതൽ ഓരോ വിഷയത്തിലും ഇതുപോലൊരു മത്സരമുണ്ട്. രണ്ട് മുന്നണികളും ഭയങ്കര ആഘോഷം. എൻ്റെ കൊല്ലം, തൊട്ടപ്പുറത്ത് ബാലഗോപാൽ, വളരെ ഈ രീതിയിൽ വളരെ രസകരമായി എല്ലാവരെയും പിടിച്ച് നിർത്തുന്ന, കാണാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള തലയുടെ പ്രയോഗം നല്ല വർക്കാണ് എല്ലായിടത്തും നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അവിടെ നിന്ന് ഗോപി നമ്മൾക്ക് പോകാവുന്നത് ഈ കൊല്ലത്ത് നിന്ന് തന്നെ ഉണ്ടായ ഏറ്റവും അവസാനത്തെ ഷാഡോ പ്രയോഗമാണ്.
അതെ അതൊരു ഒന്നൊന്നര പ്രയോഗമായി പോയി. തീർച്ചയായും. അതായത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2015 ഒരു പത്രവാർത്തയുണ്ട്. എനിക്ക് ഓർമ്മ വന്നേ, മുത്തലാഖ് ബില്ലിലൊക്കെ പാർലമെന്റിൽ പ്രസംഗിച്ച പ്രേമചന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാഴ്ചവെച്ച ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രയോഗമായിരുന്നു ഷാഡോ പ്രയോഗം. സത്യത്തിൽ സതുദ്ദേശപരമായി പറഞ്ഞാണെങ്കിലും അതിൽ അബദ്ധം പറ്റിയെന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ 2015 കൊല്ലത്ത് നിന്നുള്ളൊരു വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത്, നിങ്ങൾ കൊല്ലത്തുകാരാണെങ്കിൽ സൂക്ഷിക്കുക, നിങ്ങളുടെ പിന്നെ നിഴൽ ഷാഡോ പോലീസ് ഉണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം RSPയുടെ ഷാഡോ പോലീസിനെ അതിജീവിച്ച് കോൺഗ്രസ്സുകാർ പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് എനിക്ക് 39 മിനിറ്റോളം ഉണ്ടായിരുന്നൊരു ഫേസ്ബുക്ക് ലൈവ് ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തി. ഈ 39 മിനിറ്റുള്ള ഫേസ്ബുക്ക് ലൈവിൽ സ്വാഭാവികമായും ഒരു ഇലക്ഷൻ കാലമാണ്. എന്താണ് പറയുന്നതെന്നറിയാൻ എതിരാളികൾ കാത്തിരിക്കുന്നൊരു സമയമാണ്. അവിടെ ഞങ്ങളുടെ ഷാഡോ കമ്മിറ്റി പ്രവർത്തനം നിരീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ അത് മതി, അതൊരു ചർച്ചയാകാൻ, ഒരു വിവാദമാകാൻ അത് മാത്രം മതി. ഇപ്പോൾ ഷാഡോ കമ്മിറ്റി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേരാണ് എന്ന് ശ്രീ പ്രേമചന്ദ്രൻ പിറ്റേന്ന് വിശദീകരിക്കേണ്ടി വരും. അതൊന്ന് ആ ബൈറ്റ് ഒന്ന് കാണണം. ഒരു സ്ഥലത്തു നിന്ന് പോലും ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഒരു വിഭാഗീയ പ്രവർത്തനം നടത്തുന്നത് ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കോ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി, ഞങ്ങൾക്കൊരു ഷാഡോ കമ്മിറ്റി ഉണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ. RSPക്ക് ഒരു ഷാഡോ കമ്മിറ്റി ഉണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ. ഒരു നേരിയ പരാതി പോലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നിർജീവമായി നിൽക്കുന്നെന്നോ നിഷ്ക്രിയമായി നിൽക്കുന്നെന്നോ ഒരു പരാതിയില്ല. ഏതായാലും പ്രേമചന്ദ്രൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലേക്കാണ് ആ ഷാഡോ പ്രയോഗം പോയത്. കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ RSPക്ക് ഒരു ഷാഡോ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ വേറെയാണ് ആ രൂപത്തിൽ. പക്ഷെ അതിൻ്റെ ഒരു രസകരമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ രാത്രിയിൽ അതിനെ കാണുന്നത്. എനിക്കതിനകത്ത് ഭയങ്കര ഇതായിട്ട് തോന്നുന്നത്, ഞങ്ങളുടെ കമ്മിറ്റിയുടെ പേര് ഷാഡോ കമ്മിറ്റി, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേര് ഷാഡോ കമ്മിറ്റിയാണ് എന്നാണ് ശ്രീ NK പ്രേമചന്ദ്രൻ വിശേഷിപ്പിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വേറെ എന്തൊക്കെ പേരിടാമായിരുന്നു എന്നാണ് ഇവിടെ ആലോചിക്കേണ്ടത്. ഈ ഷാഡോ കമ്മിറ്റി ഇടാൻ പോയിട്ടാണല്ലോ ഈ പണി മൊത്തം മേടിച്ചു കൂട്ടിയത്. അല്ല, കോൺഗ്രസ് നേതാക്കൾ ബിന്ദുകൃഷ്ണയ്ക്ക് ഞങ്ങളോടുകൂടി പറയാമായിരുന്നു നമ്മുടെ കമ്മിറ്റിയുടെ പേര് ഷാഡോ കമ്മിറ്റി. പേരിട്ടിട്ടുണ്ടെങ്കിലും അതിങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഏതായാലും അങ്ങനെയൊക്കെ പറയാൻ, വിശദീകരിക്കാൻ കഴിയും വിധം കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം അത്രമേൽ കൊഴുത്തു, അത്രമേൽ ആവേശകരമായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതുമുന്നണിയും UDFും ആ വിധം കൊട്ടിക്കയറി എന്നാണ് അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വശം. ആരോരും അറിയാതെ ഒരു സാബുവും വന്നു. മൊത്തത്തിൽ ഭയങ്കര രസമാണ് കൊല്ലത്ത്. ഭയങ്കര ടൈറ്റ് മത്സരമായതുകൊണ്ട് തന്നെ ഒരു പ്രവചനാതീതമായ തലത്തിലേക്കാണ് കൊല്ലത്തെ മത്സരം പോകുന്നത്. നമുക്ക് അവിടെ നിന്ന് അടുത്തതിലേക്ക് പോയാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും മികച്ച ഗായികയൊന്ന് ആദ്യം കേൾക്കാം. അതെ, പല മതങ്ങൾ നിറഞ്ഞ പൂങ്കാവ്, ഇന്ത്യ അനവധിയാം മതങ്ങൾ പോകും അരുമ പൂങ്കാവ്, ഇന്ത്യ അരുമ പൂങ്കാവ്. ഗോപി, ഏതായാലും ആരെ ജയിപ്പിക്കണമെന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് തീരുമാനിക്കട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ മികച്ച ഗായിക ഏതായാലും രമ്യയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ, അല്ലേ? സ്ഥാനാർത്ഥികളൊന്നും പാടിയിട്ടില്ല. പക്ഷെ ഒരു ഗായകൻ വരുന്നുണ്ട് പുറകെ, സസ്പെൻസിലിരിക്കട്ടെ. ഈ മികച്ച ഗായകൻ പുറകെ ഉണ്ട്. അതെ, തീർച്ചയായും പാട്ടിന് വലിയ പ്രാധാന്യം. ഓളം ഉണ്ടാക്കാൻ പറ്റും, വോട്ടാക്കുമോ മാറ്റുമോ എന്നറിയില്ല. 1966 അന്ന് സാറാമ്മ സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ, വലിയ ചരിത്രമൊക്കെ ചരിത്രമല്ല, സാറാമ്മ സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ അടൂർ ബാസി പാടിയ ഒരു പാട്ട് ഓർമ്മയില്ലേ? കണ്ടാലഴകുള്ള സാറാമ്മ, കല്യാണം കഴിക്കാത്ത സാറാമ്മ, കുരുവിപ്പെട്ടി. അത് ഇപ്പോഴും 50 വർഷത്തിൽ പെട്ടി 50 വർഷത്തിന് ഏറ്റവും നല്ല രസമുള്ള ആക്ഷേപഹാസ്യ ഗാനവുമാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഗാനത്തിന് വലിയൊരു റോള് ഓളം ഉണ്ടാക്കാനുണ്ട്. ആ ഓളം ഉണ്ടാക്കുകയും ചെയ്തു, അല്ലേ? യാതൊരു സംശയമില്ല. ലല്ലു ആ പാട്ട് കേട്ട് രമ്യയുടെ ഫാനായോ? ഈ രമ്യ വേറെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയ സ്ഥാനാർത്ഥിയാണ്. കാരണം ഈ പാട്ടെന്ന് പറയുന്നൊരു സംഗതി കൊണ്ട് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ്. എനിക്ക് തോന്നുന്നു ഈ ആങ്ങളെ എന്നുള്ള പാട്ട്, രമ്യയുടെ പാട്ട് കേട്ടിട്ടാണ് എന്തോ രമ്യക്ക് പെങ്ങളൂട്ടി എന്നൊരു പേരും ഒക്കെ ഇട്ട് വളരെ സജീവമായിട്ട് പാട്ട് പൊലിച്ചു. അവർക്കുള്ളൊരു കഴിവിനെ ക്യാമ്പയിനിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. പക്ഷേ എതിരാളികൾ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ പാട്ടിന്റെ പേരിലാണ് വോട്ടെന്ന് ഇവിടെ യേശുദാസിനെ കൊണ്ട് നിർത്തിയാൽ പോരെ, അല്ലെങ്കിൽ ചിത്രനെ കൊണ്ട് നിർത്തിയാൽ പോരെ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ചിലർ ചോദിച്ചു, ഇപ്പുറത്ത് ഇന്നസെന്റ് മത്സരിപ്പിച്ചുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. കലയുടെ ലോകത്ത് തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമാണ്. പക്ഷേ ഇത് കണ്ട് രസിക്കാതെ പോയ ഒരാൾ കൂടി കേരളത്തിലുണ്ട്. അത് LDFന്റെ കൺവീനറാണ്, അല്ലേ? തീർച്ചയായും വിജയരാഘവനും അതിന്റെ പേരിൽ പണി മേടിച്ചെടുത്തു. വിജയരാഘവൻ പറഞ്ഞു നോക്കാം. നോമിനേഷൻ കൊടുക്കാൻ പോയ നമ്മുടെ
ഇവിടുത്തെ സ്ഥാനാർത്ഥി എവിടെയാ, നമ്മുടെ ആലത്തൂരിന്റെ സ്ഥാനാർത്ഥി പെൺകുട്ടി, അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ടെ തങ്ങളെ കണ്ടു. പിന്നെ പോയിട്ട് ആരെ കണ്ടു? കുഞ്ഞാലി കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താണെന്ന് എനിക്ക് പറയാൻ വയ്യ, പോയിട്ടുണ്ട്. ഇവിടെ എന്തായാലും എല്ലാവരും പാണക്കാട്ടൊന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ. സ്ഥാനാർത്ഥി മറ്റേ രമ്യ പാണക്കാട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നിൽ രമ്യരിക്കുന്ന ചിത്രം കണ്ട് ഞാൻ അന്തം വിട്ട് നിന്നുപോയതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞാഴ്ച 4 ദിവസം മുമ്പ് 4 ദിവസം ഞാൻ കണ്ടത് ഒക്കെ അങ്ങോട്ട് വെച്ചടിക്കും. അപ്പൊ എല്ലാവരും പാണക്കാട്ടേക്ക്, അല്ലാത്തൊരു കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് വെച്ചടിക്കുമ്പോ കുഞ്ഞാലിക്കുട്ടിയും മുഹമ്മദ് ബഷീറും കൂടി എന്തുകൊണ്ടാണ് കുണ്ടോട്ടിക്ക് വെച്ചടിച്ചത് എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ആ പുലിവാല് തീരില്ല. അത് പുലിവാല് തീരില്ല. ഈ ആരാധന ഈ മോഹൻലാൽ പറയുന്നൊരു സംഭവം ഇതാണ്, കൈവിട്ട വാക്കും മറ്റല്ല, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും. മോഹൻലാൽ അത് ആരാധന അതിന് മുമ്പ് വേറെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ നടത്തുന്ന ഈ ഒരു പരാമർശം അത് പിന്നീട് അത് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വിശദീകരണം ഒന്നും അതിനകത്തോട്ട് അങ്ങോട്ട് ഏറ്റിട്ടില്ല. അത് കിടന്ന് ചക്ക കുഴയുന്നില്ല, കുഴഞ്ഞു എന്ന് വേണം. ഏതായാലും രമ്യയുടെ പാട്ടിനേക്കാളും ഒരുപക്ഷെ മൈലേജ് രമ്യക്ക് കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു പ്രയോഗം. ഇപ്പൊ നേരത്തെ രല്ലു പറഞ്ഞോട് പാട്ടുപാടിയതുകൊണ്ട് ഇപ്പൊ ബംഗാളിലെ ഹസൻബോൾ മണ്ഡലത്തിൽ ഒരു ബാബൻ സുപ്രിയ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പാട്ടുകാരനായിരുന്നു മത്സരിക്കുന്നത്. പാട്ടുകാരൻ അവസാനം കേന്ദ്രമന്ത്രിയായി. അതുകൊണ്ട് പാട്ടിന് അനന്തമായ സാധ്യതകളുണ്ട് എന്ന് മറ്റൊരു വിഷയം. ഒരുപാട് നാടൻ പാട്ടുകളൊക്കെ ആയിട്ടാണ് രമ്യ രംഗത്തിറങ്ങിയത്. ഒരു കുലുക്കവുമില്ലാതെയാണ് ബിജു അതിനെ നേരിട്ടത്. ഇതിൽ ആർക്കൊപ്പമാണ്, ആരുടെ പാട്ടാണ്, ആരുടെ രാഷ്ട്രീയമാണ് ആലത്തൂർ ജനത സ്വീകരിക്കുക എന്നതൊക്കെ കാത്തിരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളൂ, ഇതിനിടയിൽ ഒരു മികച്ച ഗായകനെ കൂടി നമ്മൾക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ആ ഗായകൻ മുൻപും കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും തൻ്റെ ആലാപന സാധ്യത തെളിയിച്ചിട്ടുള്ളയാളാണ്. ലല്ലുവിന് പേര് പറയാമോ? തീർച്ചയായും ജോസഫ് നമ്മുടെ തൊടുപുഴക്കാരനായ നമ്മുടെ മുൻ മന്ത്രിയാണ്. അദ്ദേഹം MLA ആണ്. കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് ചെയർമാനാണ് PJ ജോസഫ്. PJ ജോസഫിൻ്റെ പാട്ട് നേരത്തെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ രാഹുൽ ഗാന്ധി വരുമ്പോൾ ഒരുപാട് പേർ ഫ്ലെക്സ് വെച്ചു, ഒരുപാട് പേർ ഭൂരിപക്ഷം പ്രവചിച്ചു, വളരെ വലിയ നില ചിലർ ചിത്രം വരച്ചു കൊടുത്തു, അങ്ങനെയൊക്കെ അപ്പീലിംഗ് ആയി കൊണ്ടുവന്നു. പക്ഷേ PJ ജോസഫ് പാടിയാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചത്. മന്ത്രി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം, അദ്ദേഹം കിട്ടി അപ്പം പാടി നിർണായകമായ സംഭവങ്ങൾ പാടിക്കളെ. അതെ 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 നിർണായക. എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നു ജോസഫ് സാറിന് നമുക്ക് ഏതായാലും അദ്ദേഹം എനിക്ക് തോന്നുന്നു ആലത്തൂരിൽ UDF കൺവെൻഷനിൽ പാടിയ പാട്ട് അവർ ഒന്നിച്ചു പാടി. പിന്നെ രാഹുലിനെ കുറിച്ച് പാടി. UDF കൺവെൻഷനിൽ എനിക്ക് തോന്നുന്നു എന്തോ ഒരു തമിഴ് പാട്ട്, എന്താ ഇഡ്ഡലി കൊണ്ടുപോവാ, സാമ്പാർ കൊണ്ടു, അങ്ങനെ എന്തോ സാധനമാണ്. കേട്ടുപോകാം. மேல சட்டி போடடா போடடா, இட்லி மேல சட்டி போடடா, இட்லி மேல சட்டி போடு, சட்டி மேல இட்லி போடு, தாரார தார போடடா, தாரார தார போடடா போடடா, தாரார தார போடடா. ലല്ലു പറഞ്ഞ പോലെ ഈ പാട്ട് എനിക്ക് മനസ്സിലായില്ല. ഇഡ്ഡലി മേലെ ചട്നി പോട്ടെ, സാമ്പാർ. ഞാൻ സാമ്പാർ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഓർത്തത് മറ്റൊന്നാണ് ലല്ലു ഗോപി. അതായത് ഇത്രയും സിദ്ധിയൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് കോട്ടയത്ത് സീറ്റ് വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ആ പകരം ഇടുക്കിയിൽ സീറ്റ് വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പകരം ആലത്തൂർ പോയി രമ്യക്ക് വേണ്ടി പാട്ട് പാടാനായി പാടി. പിന്നെ ആ സങ്കടം മൊത്തം രാഹുൽ ഗാന്ധി വന്നപ്പോൾ പാടി തീർക്കുകയും ചെയ്യാണ്. അതുകൂടി കാണാം രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ. രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ടേ. രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ടേ. കാത്തിരുന്നു കണ്ടോളൂ, ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ, കൈപ്പത്തി മുന്നിൽ തന്നെ. രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ, നമ്മുടെ സാരഥി വീരനം നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. ഏതായാലും എനിക്ക് ലല്ലുവിനോടും ഗോപിയോടും ഒരു ചെറിയ ചോദ്യമുള്ളൂ. നിങ്ങൾ ചിത്രം വിചിത്രം ചെയ്യുമ്പോഴാണെങ്കിലും പുഷ്പുൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇത്തരം സാറ്ററിക്കൽ പരിപാടികൾ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പാട്ട് കിട്ടിയാൽ നിങ്ങൾ ഇതിനോട് കോമ്പൻസേറ്റ് ചെയ്യുന്ന ഏത് പാട്ട് കൊടുക്കുക പരിപാടി? പണ്ട് ചെയ്തിട്ടുള്ളത് വരുന്ന സമയത്ത് ലതിക സുഭാഷിന്റെ ഒരു കവിത ഉണ്ട്, സുധീര മനസ്സ് സുധീര മനസ്സിന് വന്ദനം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ കണക്ട് ചെയ്ത് ഏത് ഫിലിം സോങ്ങിലേക്കാണ് നിങ്ങൾ പോയത്? മറ്റേ നമ്മള് ഡോക്ടർ പശുപതിയില് കൽപ്പന പാടുന്നതിന് പാട്ടുണ്ട്, പൂക്കടം കൊട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ, അങ്ങനെ ഒരു സാധനം. ഇതിപ്പോ ഇതിനകത്ത് വേറൊരു കൗതുകാരം കൈപ്പത്തി വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ
കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്ന് സീറ്റ് കിട്ടില്ലെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. ആ ഒരു വലിയ മനസ്സ് നമ്മൾ കാണാതെ പോരുന്നു. രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹം അത് പാടി, രാഹുൽ ഗാന്ധിക്ക് അത് ഇഷ്ടപ്പെടുകയും. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം തീർന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വിജയാഹ്ലാദം നടക്കുന്നെങ്കിൽ പി ജോസഫിന് പോയി പാടാം. പാട്ട് ഒരുപാട് സ്റ്റോക്കുള്ള ഗായകർക്ക് നല്ല ഡിമാൻഡാണ്. ആചാരങ്ങൾ പലതും വഴിമാറുന്ന കാലത്തും രാഷ്ട്രീയ കേരളത്തിൽ മാറാത്തൊരു ആചാരമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കളും സ്ഥാനാർത്ഥികളും അങ്ങനെ കണിച്ചുകുളങ്ങരയ്ക്ക് ഒരു പോക്കാണ്. പക്ഷേ ഇത്തവണ കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളി നടേശൻ മകനെ ആദ്യം തൃശ്ശൂർക്ക് അയക്കുന്നു, തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിലേക്ക് അയക്കുന്നു, അനുഗ്രഹിച്ച്. ലല്ലു കണ്ടുകൊണ്ട് ലല്ലുവിന്റെ കമന്റ് നമ്മൾ ഈ അംഗം വെട്ടാൻ പോകുമ്പോൾ അനുഗ്രഹിച്ച് വിടുന്ന പോലെ അനുഗ്രഹിച്ച് വിടുകയാണ്. ആയുഷ്മാൻ ഭവ ഇതിന് ഏറ്റവും വലിയ വിജയ് ഭവ. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ പലരും വോട്ട് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നത് അല്ലേ? ഇതിനു മുമ്പ് വേറെ ചിലർ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമാണ്. അപ്പൊ അവർക്ക് വേണ്ടി അനുഗ്രഹിച്ചു ആയുഷ്മാൻ ഭവ എന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ആയുഷ്മാൻ ഭവയ്ക്ക് ഒരു കാര്യമില്ല. എന്തിനാണത്? വെറുതെ എന്തെങ്കിലും പറയണമല്ലോ. ഒരു പോരാട്ടത്തിന് മുമ്പ് വിജയിച്ചു വരുന്നല്ലേ പറയുന്നത്. തുഷാറിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മനസ്സിലായിട്ടില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭയങ്കര രസമല്ലേ, ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ടല്ലേ. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നെങ്കിൽ SNDPയുടെ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കണമെന്ന് ആദ്യം പറയും. കൗൺസിൽ ചേർന്നില്ലല്ലോ. അപ്പം പിന്നെ കൗൺസിൽ ചേർന്നിട്ടില്ല, ചേർന്നാലേ പ്രശ്നമുള്ളൂ. അപ്പോൾ അവന് കുഴപ്പമില്ല. തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യം അതുപോലല്ലേ. അപ്പം അദ്ദേഹം നേരെ തൃശ്ശൂരിലേക്ക് പോവാണ്. ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ തൃശ്ശൂർ ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് ശേഷം അമിത്ഷാജിനോട് മത്സരിക്കാൻ പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ചെല്ലുന്നു. അപ്പോൾ ഞാനൊക്കെ തൃശ്ശൂർ ഈ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പം അവിടെ പറഞ്ഞാൽ അവിടെ തൃശ്ശൂർ നിറയെ തുഷാർജിക്ക് സ്വാഗതം എന്ന് പറഞ്ഞ പോസ്റ്ററാണ്. പുള്ളി അവിടെ നിന്നില്ല. പുള്ളി അവിടെ നേരെ വയനാട് പിടിക്കാൻ. രാഹുൽ ഗാന്ധി വയനാട് വരുമ്പോൾ വയനാട് മത്സരിക്കാൻ പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ചോദിച്ചൊരു സംശയമാണ്, അത് ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർ വന്ന് മത്സരിക്കുന്നതും ആലപ്പുഴയിൽ നിന്ന് വയനാട് പോയി മത്സരിക്കുന്നത് തമ്മിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് കാണുന്ന ഒരു രസം, എത്ര കാലം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് ചരിത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തുഷാർ വെള്ളാപ്പള്ളി എന്നുള്ളൊരു പേര് അവിടെ ഉണ്ടാവും. മാത്രമല്ല ആലപ്പുഴയിൽ മാവോയിസ്റ്റുകളില്ലല്ലോ. ആലപ്പുഴ മാവോയിസ്റ്റുകാരെ കളിയാക്കും. അത് അംഗീകരിക്കുന്നതല്ല. അല്ല, ഈ മാവോയിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയി ഞാൻ ഈ മാവോയിസ്റ്റുകളാരും ഈ പാവപ്പെട്ടവർ മാവോയിസ്റ്റുകളാരും തട്ടിക്കൊണ്ടുപോയി ഒന്നാമത് അതുങ്ങൾക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ എല്ലാ തരത്ത് പോയി അരി ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരാളെ കൂടെ തട്ടിക്കൊണ്ടുപോയിട്ട് അയാൾക്ക് കഞ്ഞി വയ്ക്കാനുള്ള അരിയും കൂടെ ആ പാവപ്പെട്ടവരെന്നെ ഉണ്ടാക്കണം. ഏതായാലും അല്ലല്ലോ പറഞ്ഞാൽ ഒരു കാര്യത്തിൽ റെക്കോർഡാണ്. അപ്പോൾ ചിലരുണ്ട് ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുക എന്നുള്ള റെക്കോർഡ്, എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ റെക്കോർഡ്. ഏതായാലും അദ്ദേഹത്തിന് ഒരു റെക്കോർഡുണ്ട്, അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ ഇവിടെ മത്സരിച്ചു എന്നുള്ളത് കാലാകാലങ്ങളായിട്ട്. പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യം, അനുഗ്രഹിച്ചതിന് ശേഷം ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുമില്ല വെള്ളാപ്പള്ളി എന്തെങ്കിലും ഒന്നും മിണ്ടിയിട്ടില്ല അല്ലേ? അതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലത്തെ വളരെ ശ്രദ്ധേയമായൊരു മൗനമാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുണ്ട്. അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ മാധ്യമങ്ങൾക്കും, ഉത്തരവാദിത്വമല്ല കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, വേണ്ടിവരുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തവണ ഏതായാലും അദ്ദേഹം നിശബ്ദനായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോപിക്ക് എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്കാനുണ്ടോ വെള്ളാപ്പള്ളി ഈ ആയുഷ്മാൻ ഭവയ്ക്ക് ശേഷം പറഞ്ഞത്? അതിനുശേഷം പൊതുവായിട്ടൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഈ കമ്പോള നിലവാരം പോലെ അദ്ദേഹം പറയില്ലേ, ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് ഇത്ര പേർ ജയിക്കും, ഇത്ര വോട്ട്, ഇത്ര സീറ്റ് ഇന്നയാൾക്ക്, ഇത്ര മുന്നണിക്ക് എന്നൊക്കെ പറയില്ലേ? മറ്റേ തെരഞ്ഞെടുപ്പ് കാലത്ത് അതും അദ്ദേഹത്തെ കുറിച്ച് പ്രചരിക്കുന്ന ഭയങ്കര രസമുള്ളൊരു കഥയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ സ്ഥാനാർത്ഥിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ തോക്കും, എന്നെ തോപ്പിക്കും എന്നൊന്ന് പറയണം. എന്ത് അല്ല ഒന്നും ജയിക്കാൻ അല്ല, അത് ഈ ആയുഷ്മാൻ ഭവയ്ക്ക് മുമ്പാണ് ആലപ്പുഴയിൽ ആരിഫ് തോറ്റാൽ മുട്ടയടിക്കുമെന്ന് പറഞ്ഞത്. അതെ, പിന്നെ മുട്ട അത് ഞാൻ പറയാം, എൻ്റെ തല മുടിയൊന്നും ഇല്ല ഉണ്ട്, ഞാനത് അപ്പോഴത്തെ ഒരു ആവേശത്തിന് പറഞ്ഞാണെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ വിദഗ്ധമായി എസ്കേപ്പ് ആവുകയും ചെയ്തു. അത് വേറെ നേരത്തെ ലല്ലു പറഞ്ഞ പോലെ ആലപ്പുഴയിൽ ഇങ്ങനൊരു വലിയ പേര് ഒരു പറച്ചിലുണ്ട്. ലല്ലു പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാരെ ഹാപ്പി ആയില്ല. അന്നാണ് ലിജുവിനെ ഏറ്റവും അധികം ചിരിച്ച് ഞാൻ കണ്ടത്. ലിജു ചിരിച്ചുകൊണ്ടാണ് റിയാക്ഷൻ, ഒരു കോപവും അദ്ദേഹത്തിന് തോന്നിയില്ല. ഞാനൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഒഴിയുകയാണ് ചെയ്തത്. ഇതാണ് ഏതായാലും കണിച്ചുകുളങ്ങര ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു എന്നതിന്റെ ചില കാഴ്ച. കണിച്ചുകുളങ്ങര ഇങ്ങനെയായിരുന്നു, മറ്റിടത്ത് പിന്നെ സൈലന്റ് ആണല്ലോ, അവിടെ പിന്നെ സംസാരമില്ലാത്തതുകൊണ്ട് പ്രസ്താവനകൾ മാത്രമേ. ഏതായാലും അവിടെ നിന്ന് തുഷാർ ഒഴിഞ്ഞ തൃശ്ശൂരിലേക്ക് പിന്നെ വന്നത് ചില്ലറ കക്ഷിയല്ല. അതെ ലല്ലു, ഞാനൊന്നും പറയാനില്ല. അതല്ലേ ഈ മറ്റേ കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരുമെന്നോ അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ടെന്ന് തോന്നുന്നില്ലേ, കീരി പോയി ചെങ്കീരി വരുമെന്നൊക്കെ പറയും പോലെ തൃശ്ശൂര് ആ നിലയിൽ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. തൃശ്ശൂരിനെ എനിക്ക് വേണം എന്നാണ് ആ സ്ഥാനാർത്ഥി പറഞ്ഞത്. കൈവീശി ഇളക്കിമറിച്ച് രാജാജിക്കും ഒപ്പം തന്നെ ടീൻ പ്രതാപനും ഒപ്പം, അല്ലേ ഗോപി? വലിയൊരു ഷോ ആയിരുന്നു. ആ കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അല്ല, അതിന് മുമ്പ് അതിലേക്ക് പോകും മുമ്പ് അതിന്റെ ഒരു കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശത്തിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ സുരേഷ് ഗോപി ചെയ്തു. അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുണ്ട്, അല്ലേ? അതെ, ട്രോളുകളോ
എന്തോരം troll. നമ്മൾ ആ കൊട്ടിക്കലാശത്തിന്റെ വിഷയമല്ലേ എനിക്ക് തോന്നുന്നു ഈ അദ്ദേഹം ഗുരുവായൂർ കേശവൻ അത് ഓർമ്മയില്ല. അത് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഒരു യുവതി ഗർഭിണിയായ യുവതി അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി സജീവമായി. കുട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ പഴയ ഭരചന്ദ്രൻ ആവേശിച്ചിട്ടുണ്ടോ എന്ന് സംശയം. കണ്ടു ഇതാണ് കമ്മീഷണറായിരുന്നു അല്ലേ? കമ്മീഷണറാണോ കോൺസ്റ്റബിളാണോ എന്താണെന്ന് അറിയാൻ വയ്യ. സംഭവം നിന്ന് തകർക്കുക. സാധാരണ പറയാറുണ്ട് സുരേഷ് ഗോപി ഈ സിനിമയിൽ ഡാൻസ് ചെയ്യുന്ന കാര്യത്തിൽ ഇതിന് പിന്നിലാണ്. പക്ഷെ കുട്ടിക്കലാശത്തിൽ പുള്ളി നന്നായി ഒറ്റ സ്റ്റെപ്പല്ലേ ഉള്ളൂ. ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ആക്ഷൻ ഘട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി തകർത്തും സത്യം പറഞ്ഞാൽ. അത് ഈ ഇന്നലത്തെ കുട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങളിൽ ഏറ്റവും രസകരമായ ജീവൻ പകർന്നൊരു ഒരു സംഭവമായിരുന്നു. കണ്ട കംപ്ലീറ്റ് കൈയും കാലും ഒക്കെ എടുത്ത് വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം. ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ ഇന്നലെ അദ്ദേഹത്തിന് ഇതൊന്നും കാണാൻ സമയവും സാവുക ഇത് കഴിഞ്ഞും പണിയാണല്ലോ. ഇത് നിശബ്ദമായി വീട്ടിലിരിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇത് കാണാൻ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത്. ഇടയ്ക്ക് മറ്റൊരു കാര്യം, ഈ കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വരുമെന്ന് കേട്ടിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എനിക്ക് ഷൂട്ടിംഗ് ആണ്, തിരക്കാണ് എന്നൊക്കെയായിരുന്നു. കേട്ടിരുന്നു തൃശ്ശൂരാണെങ്കിൽ ഒരു കൈ നോക്കാം എന്ന മട്ടിൽ. കൊല്ലത്ത് തിരക്ക് എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ വന്ന് മത്സരിക്കുന്നത്. പക്ഷേ വളരെ ആവേശകരമാണ്. തൃശ്ശൂരിൽ അദ്ദേഹത്തിന് ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. വളരെ ആവേശത്തോടെ തന്നെ ഓരോ അതെ അതെ. അതിൽ ഇന്ന് കണ്ടൊരു കാഴ്ച കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം കഴിഞ്ഞതോടെ ഇന്ന് പല സ്ഥാനാർത്ഥികളും ഒരു വീട്ടിലേക്കാണ് നേരെ പോയത്. അത് ആ വീടിന്റെ വളരെ പ്രധാനപ്പെട്ട ആളെ ഇപ്പോൾ കാണാം. മലയാള സിനിമയുടെ പ്രധാനപ്പെട്ട നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ആ വീട് ഏതാണെന്നും എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. സുരേഷ് ഗോപി ഇന്ന് മോഹൻലാലിനെ കാണാനാണ് പോയത്. ലല്ലു, വേറെയും സ്ഥാനാർത്ഥികളൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് P. രാജീവ്, അൽഫോൺസ് കണ്ണന്താനം അടക്കം അങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇന്ന് മോഹൻലാലിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. പക്ഷേ ഒരു കാര്യം, ആരും ഇത് സ്വകാര്യ സന്ദർശനമാക്കാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഈ മറ്റേ വിജയാശംസ നന്മ വരട്ടെ എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും നന്മ വരട്ടെ, വാരിക്കോരി വന്നവർക്കെല്ലാം വാരിക്കോരി നന്മ കൊടുത്തിട്ടുണ്ടെന്നാണ്. അല്ല, അത് ശരിയല്ലേ? ആകെ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടാണ് ജനാധിപത്യപരമായി അവകാശപ്പെടാനാവുക. അത് എല്ലാ സ്ഥാനാർത്ഥികളോടും ഉറപ്പ് കൊടുക്കുന്നതിൽ പരം ഒരു അത് മാത്രമല്ല, ഈ അദ്ദേഹം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കും എന്നൊക്കെ നേരത്തെ പല അഭ്യൂഹങ്ങളും കേട്ട ഒരു മനുഷ്യൻ കൂടാണ് അല്ലേ? എന്നിട്ട് അദ്ദേഹം തന്നെ അവസാനം രാഷ്ട്രീയം എൻ്റെ വഴിയല്ല എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട ആളാണ്. ഏതായാലും ഇന്ന് സ്ഥാനാർത്ഥികളെ കാണുന്നതിനാണ് മോഹൻലാൽ മാറ്റിവെച്ചത്. അഭിനയത്തിനും ഷൂട്ടിങ്ങിനും എല്ലാം വിട നൽകി ഗോപി. ഇന്ന് മോഹൻലാൽ സുരേഷ് ഗോപിയും മറ്റ് സ്ഥാനാർത്ഥികളെയും ഒക്കെ വരവേറ്റു. അതുകൂടിയാണ് നിശബ്ദ പ്രചാരണ ദിവസത്തിലെ കളർഫുൾ കാഴ്ചയാണെന്ന് വേണം പറയാൻ. ഏതായാലും ഈ പ്രചരണ കാലത്ത് ഒരു വലിയ കരച്ചിൽ കേരളമെമ്പാടും കണ്ടു. ആ കരച്ചിലിന് മുമ്പൊരു വലിയ കാഴ്ച കൂടിയുണ്ട്. അത് കണ്ടവർ ഞെട്ടി. പിന്നീട് ഈ കരച്ചിൽ കണ്ടപ്പോൾ അതുകൊണ്ട് എത്രമാത്രം ആഘാതം ഉണ്ടായി എന്നതൊക്കെ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതേണ്ടതാണ്. സംഭവിച്ചത് അങ്ങ് കോഴിക്കോട്ടാണ്. UDF സ്ഥാനാർത്ഥി MK രാഘവനാണ് കരഞ്ഞത്. കരഞ്ഞതിന് പിന്നിലൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ലല്ലു, ഗോപി. തീർച്ചയായും അതും തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു ആരോപണം വരുന്നത്. ഒരു ദേശീയ മാധ്യമത്തിൽ ഇതുപോലെ കോഴ ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ളൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ വരുന്നു, വിഷ്വൽ വരുന്നു. ആരും അടിപതറിപ്പോകുന്നൊരവസ്ഥ, ആരും പതറിപ്പോകും, ആരും കരഞ്ഞും പോകും. അതിനകത്തൊരു വേറൊരു കൗതുകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധാരണ കൗതുകമാണ്. അല്ല, വേറൊന്നുമില്ല. രാഷ്ട്രീയക്കാർ കരയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമാണ് അല്ലേ? നമ്മൾ അങ്ങനെ കരഞ്ഞുള്ള എത്ര രാഷ്ട്രീയം. ഇപ്പം TV രാജേഷ് നിയമസഭയുടെ വേണ്ടിയിൽ നിന്ന് കരഞ്ഞ ഒരു വലിയ കരച്ചിലുണ്ട്. അതിപ്പോഴും മലയാളിക്ക് ഓർമ്മ. ഉത്തരം കിട്ടാത്തൊരു കരച്ചിലാണ്. രാഷ്ട്രീയക്കാർ കരയുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇവർ കരയുമോ എന്നുള്ളൊരു വലിയ, അതാണ് ഇവർ കരയും. ഇവർക്ക് അങ്ങനെ ഒരു വികാരം ഉണ്ടോ എന്നൊക്കെയുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ശശി തരൂർ പറഞ്ഞ ഒരു അമ്പലത്തിൽ ചോര വീണത് ഭാഗ്യമാണെന്ന്, അതേമാതിരി ഇദ്ദേഹത്തിന്റെ കണ്ണീര് വീണത് ഭാഗ്യമാണോ എന്നുള്ളതൊക്കെ സ്ഥാനാർത്ഥിയുടെ കണ്ണീര് വീണ വണ്ണ്, സ്ഥാനാർത്ഥിയുടെ കണ്ണീര്. പക്ഷെ അതിന് കാരണമായ ആ പുറത്തു വന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ അത് വളരെ ആഘാതം സൃഷ്ടിക്കുന്നതാണ്. അതിന്റെ അന്വേഷണ നടപടികൾ മുന്നോട്ട് പോകുന്നത് കണ്ടു. അതേക്കുറിച്ച് അദ്ദേഹം കാര്യമായി പ്രതികരിക്കാതിരുന്നു. കേസെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് കേസെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ UDF ആയാലും അദ്ദേഹമായാലും എല്ലാം ജനകീയ കോടതിക്ക്, അങ്ങനെ ഒരു കോടതി ഇവിടെ നിലവിലുണ്ടായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും നമ്മൾ ജനകീയ കോടതിക്ക് വിട്ട് ബാക്കി തെരഞ്ഞെടുപ്പിൽ കാണാം എന്നുള്ളൊരു ഏതായാലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രധാനപ്പെട്ട കാഴ്ചയായിരുന്നു. കാരണം ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല.
വളരെ ശക്തമായി ഇതൊരു വിഷയമായി ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരികയും സ്വാഭാവികം ചെയ്തു. ഒരു ആയുധം കിട്ടുമ്പോൾ അത് പ്രയോഗിക്കുക എന്നുള്ള ഏത് രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ച് അവരത് വളരെ ഫലപ്രദമായി വളരെ നമുക്ക് ആവേശകരമായി ഏതായാലും അതൊന്ന് ചുരുക്കിയാൽ എനിക്കൊന്നുമില്ലല്ലോ വോട്ടെണ്ണി കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഈ കരച്ചിൽ രാഘവൻ അന്ന് കരയുമോ അതോ ചിരിക്കുമോ അതിന് ആ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനേ അതെ, അതെ, അതാണ് സ്വാഭാവികം. ഈ നമ്മുടെ തന്നെ തെരഞ്ഞെടുപ്പിൽ പരിപാടി. രാഘവൻ മാത്രമല്ല കരഞ്ഞിട്ടില്ല, ജയപ്രദയും കഴിഞ്ഞ ആഴ്ച അതെ. അപ്പൊ മൊത്തം ഇന്ത്യയിൽ നോക്കുക വെച്ചാൽ 2 സ്ഥാനാർത്ഥികളുടെ കരച്ചിൽ തെരഞ്ഞെടുപ്പാണ്. 2 സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജയപ്രദയും എം കെ രാഘവനും. ഇനിയിപ്പോൾ അടുത്ത 21 കഴിഞ്ഞ് ആരൊക്കെ കരയുമെന്ന് നേരത്തെ ലല്ലു പറഞ്ഞല്ലേ പ്രതിപക്ഷ നേതാവ് ഈ ചോദ്യം നമ്മൾ ഉന്നയിച്ചപ്പോൾ അവസാനം പറഞ്ഞു വെച്ച അങ്ങനെയാണ്. ഏതായാലും ഇനി ജനകീയ കോടതി തീരുമാനിക്കട്ടെ, ഏതായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഏതായാലും നിശബ്ദ പ്രചരണത്തിൽ അതിൽ അപ്പുറത്തേക്കൊരു കാര്യത്തിലേക്ക് ഏതായാലും പോകുന്നുമില്ല. ഇതിനിടയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കും ട്രോളുകാർക്കുമൊക്കെ ഒരുപാട് പ്രിയങ്കരനായ ഒരാൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി വന്നു. മറ്റാരുമല്ല നമ്മുടെ കേന്ദ്രമന്ത്രി കണ്ണന്താനം. വരവ് എന്നൊരു വരവായിരുന്നു സത്യം. വരവ് തന്നെ ഇതുപോലൊരു വരവ് ഒന്നൊന്നര വരവായിരുന്നു. അതെ, സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നു, ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്നു, നെടുമ്പാശ്ശേരി ഇറങ്ങുന്നു, ചാടി റോഡിലേക്ക് വരുന്നു, ആദ്യം കടന്ന് ബസ്സിൽ കയറുന്നു, വോട്ട് ചോദിക്കുന്നു. വോട്ട് ചോദിച്ചൊരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൂടെ വന്ന് വരെ പറഞ്ഞു, സാറേ ഇത് ചാലക്കുടി മണ്ഡലമാണ്. ഓ ചാലക്കുടിയാണല്ലേ, അപ്പോൾ ഞാനിവിടെ അല്ല മത്സരിക്കുന്നതല്ലേ. പുള്ളി പോകുന്നു. പിറ്റേന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ എയർപോർട്ട് ചാലക്കുടിയിലായപ്പോൾ ഇത് എൻ്റെ കുഴപ്പമാണോ എന്ന് പുള്ളി ചോദിച്ചു. പക്ഷെ പുള്ളി ആർക്കും സംഭവിക്കാനല്ലോ സംഭവിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, പുള്ളി അതും വളരെ പോസിറ്റീവായിട്ട് എടുത്ത് വളരെ സജീവമായി പ്രചരണ രംഗത്ത് ഇന്നലെ കലാശക്കൊട്ടിൽ തറയെ നിർത്തിയിട്ടില്ല ആളുകൾ എടുത്ത് തോളിൽ ഇങ്ങനെ വെച്ചോണ്ട് നടക്കരുത്. പുള്ളി ഭയങ്കര എൻജോയ് ചെയ്ത് ഒരു ഭയങ്കര കർക്കശക്കാരനായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു എന്നൊരു ഓർക്കണം അല്ലേ. അവിടെ നിന്നാണ് ആ ഒരു പ്രൊഫൈലൊക്കെ മാറി പുള്ളി ഇപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പ്രത്യേകിച്ച് ട്രോളർമാർക്ക് പ്രിയപ്പെട്ട ടൈം മാഗസിന്റെ കവർ പേജ് കുഴപ്പമെന്ന് ചോദിച്ചു. രാവിലെ നടക്കാൻ പോണത് പ്രചരണമാക്കി. പിന്നെ മികച്ച അതെല്ലാം ഉണ്ട്, അത് കണ്ടുപോകാം. നന്നായി ശ്വാസം വിട്ടുകൊണ്ട് ഫോർവേഡ് ബെൻഡ് നന്നായിട്ട് ഫ്രണ്ടിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതിൽ നിവർന്ന് സാവധാനം ചെയ്യാൻ ശ്രമിക്കുക. 1 ശ്വാസം എടുത്ത് റിലാക്സ്, ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരിക. നേരെ ബാക്കിലേക്ക്. 1 ബാക്ക് സ്ട്രെച്ചിങ്. 2 ശ്വാസം പൂർണ്ണമായി വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് സമർപ്പിക്കുക. മുട്ടുകാലി നേരെ ഇരിക്കട്ടെ, മുട്ടുകാലെല്ലാം സ്ട്രെച്ച് ആയിരിക്കട്ടെ. 2 ശ്വാസം എടുത്ത് ശ്രദ്ധിക്കുക. മുട്ടുകാലി 2 നേരെ ഇരിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്ത് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ വലത് കാലിലേക്ക്, ശ്വാസം എടുത്ത് നേരെ. ഏതായാലും ഗോപി, ഈ ട്രോളുകാരെ ട്രോളാൻ പഠിപ്പിച്ച സറ്റയർ പരിപാടികളിലൂടെയാണല്ലോ സത്യത്തിൽ നിങ്ങളൊക്കെയാണല്ലോ ഈ യോഗ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതല്ലേ. ഈ ട്രോളിന്റെ ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അതിന് രൂക്ഷമായ ഭാഷയില്ല, മനസ്സിന് കാലങ്ങളോളം വേദനിപ്പിക്കുന്ന ഭാഷാ പ്രയോഗങ്ങളില്ല, അതിശക്തമായ നമുക്ക് വെറുപ്പ് തോന്നുന്നൊന്നുമില്ല. ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ദേഷ്യം വെച്ചാൽ അടുത്ത നിമിഷത്തിൽ അത് തിരിച്ചു കളയാനുള്ള ഒന്നാണ്. ഈ ട്രോളുകൾ എന്ന് പറയുന്നത് അത്തരത്തിൽ നമ്മളെ അന്തരീക്ഷത്തെ സംഘർഷഭരിതമാക്കാതെ ലളിതമാക്കിയിട്ട് ലല്ലുവിനും അതിന് വലിയ ഉദാഹരണമുണ്ട്. നമ്മൾ പണ്ട് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുന്ന രാഷ്ട്രീയ നേതാവ് ഒരു ഇലക്ഷൻ ക്യാമ്പയിനിന് പോയപ്പോൾ ലല്ലുവിനെ ചേർന്ന് നിർത്തി എൻ്റെ കൂടെ വാടാ എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന ഒരാൾ ഉഴവൂർ വിജയൻ. എന്തൊരു പ്രയോഗങ്ങൾ കിട്ടേണ്ട ഒരു പ്രയോഗം. ഏതായാലും ഉഴവൂർ വിജയനെ അനുസ്മരിച്ചുകൊണ്ട് ലല്ലു ഓർത്തിരിക്കുന്ന ഉഴവൂർ വിജയന്റെ ഒരു വാചകം പറയാമോ? ഒരു പ്രസംഗവാചകത്തിനേക്കാളും ഉപരി മാണിസാറിനെ കുറിച്ച് ഉഴവൂർ വിജയന് ഭയങ്കര രസകരമായ ഒരു കഥയുണ്ട്. ഈ മാണിസാർ മണ്ഡലത്തിൽ ചെല്ലുന്ന ദിവസം ഞായറാഴ്ച എല്ലായിടത്തും നിന്ന് കറങ്ങാനിറങ്ങും. പ്രത്യേകിച്ച് മരണവീടുകൾ അന്വേഷിച്ചിറങ്ങും. മരണവീടുകൾ അന്വേഷിച്ച് അങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ദിവസം ചെന്നപ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു പന്തൽ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളിനെ മാണിസാർ അങ്ങോട്ട് പറഞ്ഞു, ആരാണ് മരിച്ചതെന്നറിയാം. പോയ ആൾ തിരിച്ചു വന്ന് പറയുന്നു, സാറേ അതൊരു പട്ടാളക്കാരനായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മാണിസാർ റീത്തുമായിട്ട് ചെല്ലുന്നു. അപ്പോൾ ഈ മരിച്ച ആളുടെ അച്ഛനെ കാണുന്നു, ധീരസൈനികൻ്റെ പിതാവേ എന്ന് പറയുമ്പോൾ ഇയാളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. സംഭവം മരിച്ചത് അവിടുത്തെ ഒരു സാധാരണക്കാരനായിരുന്നു. സംഭവം ഈ പള്ളിയിലച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ യുദ്ധം പൂർത്തിയാക്കി. ബൈബിൾ വാചകമാണ്. ബൈബിൾ വാചകം. അപ്പോൾ ഇത് കേൾക്കാൻ പോയ ആൾ വിചാരിച്ചു യുദ്ധം അവനെ പട്ടാളക്കാരൻ തന്നെ എന്ന് പറഞ്ഞ മനുഷ്യനെ അങ്ങനെ ഭയങ്കര മനുഷ്യനെ കുറിച്ച് ഒരുപാട് കഥകൾ ഉഴവൂർ വിജയൻ വരുമായിരുന്നു. പക്ഷേ അധികം കേട്ട് ചിരിച്ചിട്ടുള്ളയാളും മാണിസാർ ഉഴവൂർ വിജയനും ഇല്ല, ശ്രീ KM മാണിയും ഇല്ല. ആ നിലയിൽ രാഷ്ട്രീയത്തിന്റെ ഒരു കാലഘട്ടത്തെയാണ് അവർ അവരുടെ വേർപാട്. അയൽക്കാരാണ്, പാലായും ഉഴവൂരും. ഏതായാലും കണ്ണന്താനത്തെ കുറിച്ച് പറഞ്ഞത് ഒന്ന് പൂർത്തിയാക്കും മുമ്പ് അദ്ദേഹം ഈ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഈ ശൗചാലയത്തെ കുറിച്ചൊക്കെ ഭയങ്കര രസകരമായ ചർച്ച നടക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ എന്നെ ട്രോളിക്കോളൂ എന്ന് പറയുന്ന ഒരു തവണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റിന്റെ ഇഷ്യൂ വന്ന സമയത്ത് അദ്ദേഹത്തോട് നമ്മുടെ ന്യൂസിൽ ഞാൻ സംസാരിക്കുമ്പോൾ, അല്ല പാർട്ടിയെ താങ്കൾക്ക്
കൊല്ലമാണല്ലോ തരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ പുള്ളി ചിരിച്ചുകൊണ്ട് ഓപ്പണായി പറയാം, കൊല്ലം തരുന്നതിലും നല്ലത് മലപ്പുറമായിരുന്നു എന്ന് പറയുന്ന നിലയിൽ ആളുകളെ അതല്ല, ഒരു കാലത്ത് കേരളത്തിലെ ട്രോളന്മാരോട് തൂമ്പെടുത്ത് കളക്കാൻ പോകാൻ പറഞ്ഞ കണ്ണന്താനമാണ്. അപ്പോൾ ആ ഒരു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാചകങ്ങളെ മിസ് ചെയ്യാനാവില്ലല്ലോ. ഒന്ന് കണ്ടുവരാൻ വേഗം. ചൂടൊന്നും പ്രശ്നമല്ല, കാരണം ഞാൻ ഡൽഹിയിൽ 48 ഡിഗ്രി സെൻറ്റിഗ്രേഡിലൊക്കെ ഞാൻ ഡൽഹി കമ്മീഷൻ ആയിരിക്കുമ്പോൾ എല്ലാ ദിവസവും പുറത്ത് പോയി ഇടിച്ചു പൊളിക്കുന്നതായിരുന്നല്ലോ എൻ്റെ പരിപാടിയെ. പക്ഷേ അവിടെ ഒന്നും വേർക്കുകയില്ലായിരുന്നു, ഇവിടെ വേർക്കും, അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഇപ്പോൾ നമ്മൾ ഈ പ്രചരണത്തിനുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കേണ്ട ശരിക്കും പറഞ്ഞാൽ. പക്ഷേ വെള്ളം കുടിച്ചാൽ നമ്മൾ ടോയ്ലറ്റ് അന്വേഷിച്ച് പോകേണ്ടി വരും, അതിനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന പോളിസി എന്ന് പറഞ്ഞാൽ വെള്ളം വളരെ കുറച്ച് കുടിക്കുക. അത് ശരിയല്ലെങ്കിൽ തന്നെ മെഡിക്കലി ശരിയല്ല, തീരെ കുറച്ച് വെള്ളം കുടിക്കുള്ളൂ. കാരണം പിന്നെ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം വരികയല്ലോ. അത് എന്നെ കളിയാക്കിയുള്ളൂ, കുഴപ്പമില്ല. പക്ഷേ നല്ല ആശയങ്ങളായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വെറുതെ ട്രോൾ ചെയ്യുക സമയം കളയാതെ നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് നമ്മുടെ ഈ സിറ്റിയെ പറ്റി ഏറ്റവും നല്ല വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ വേണ്ടി അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ട്രോൾ ചെയ്യട്ടെ. അപ്പോൾ എന്നെ വേണമെങ്കിലും ഒരു കഥാപാത്രം ആക്കിക്കോട്ടെ, എന്നെ എത്ര വേണമെങ്കിലും വലിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഇത് പറഞ്ഞിട്ട് ഓർമ്മയുള്ള നമുക്ക് ട്രോൾ മീ ചലഞ്ച് കൊച്ചിക്ക് വേണ്ടി ഒരു സ്വയം ട്രോളേഴ്സിന് മുമ്പിലേക്ക് എന്നെ ട്രോളൂ എന്ന് പറയുന്നത് അല്ലേ ലല്ലു? വിശന്നിരുന്നവൻ്റെ ഫ്രണ്ട് പാൽപ്പായസം കൊണ്ട് വെച്ചണക്കായിരുന്നു ട്രോളന്മാർക്ക്. അവർക്ക് പിന്നെ വല്ല പഞ്ഞോണ്ടാണ്, ചിരിച്ചു മരിച്ചു. അയ്യോ, ചിരിച്ചു മരിച്ചു. ഏതായാലും കണ്ണന്താനത്തെ തൽക്കാലം ജനവിധിക്കായി നമ്മൾക്ക് വിട്ടുകൊടുക്കാം. അടുത്തതായി ഒരു ഉഗ്രശപഥത്തെക്കുറിച്ചാണ്. അത് മലപ്പുറത്ത് നിന്നുള്ളതായതുകൊണ്ട് മലപ്പുറത്തുകാരനായ ഗോപിയോട് തന്നെ ചോദിക്കാം. ഗോപി, ഒരു ഉഗ്രശപഥമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ശപഥം നമ്മൾ നേരത്തെ അത് കേട്ടിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അത്ര ഒരു ക്ലൂ ഞാൻ തരാം. ഏതായാലും ശബ്ദത്തിലേക്ക് പോയി തിരിച്ചു തരാം. ഉത്തരം പറഞ്ഞില്ല. നിലയ്ക്ക് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ജനാവലിയുടെ മുമ്പിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞാൻ പറയുന്നു, മെയ് 21 ഒരു ദിവസമുണ്ടെങ്കിൽ അന്ന് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി 100% ജയിച്ചിരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ഉപയോഗിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൊതുപ്രവർത്തനം നിർത്തിവെക്കും ഞാൻ എന്നുകൂടി നിങ്ങളോട് പറയുകയാണ്. ഈ പൊതുപ്രവർത്തനം നിർത്തിവെക്കുന്ന MLA സ്ഥാനം വരില്ല. പൊതുപ്രവർത്തനം വേറെയാണ്. 100% വിജയിച്ചില്ല. വിജയം എപ്പോഴും 100% തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള റിസ്ക് ഇല്ലാത്തൊരു പ്രതിജ്ഞയാണ്. അല്ല, അത് പിന്നെ ഇനി വലിയ ജോലിയാവും. അത് ഇങ്ങനെ ഇത് എടുത്ത് ഭാഷാ വിദഗ്ധരെയൊക്കെ വിളിച്ചിരുത്തി പിന്നെ ആളുകൾ പറയുന്നത് അന്തിച്ചർച്ച കുറെ നടത്തി വലിയ കുഴപ്പത്തിലാവും. പക്ഷേ ഏതായാലും ജയിച്ചാലും അദ്ദേഹം രാജിവെക്കേണ്ടി വരുമല്ലോ. എന്നാലും ഇങ്ങനെയൊക്കെ ശപഥം ചെയ്യാൻ പറ്റുമോ? എന്തൊരു ശപഥമാണത്. അല്ല, അതിൽ പറയുന്നുണ്ട്, സാക്ഷാൽ മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി പറയുന്നു എന്നാണ് പറയുന്നത്. ജയിക്കും, പൊന്നാനിയിൽ ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അതിലൂടെ പ്രകടിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ ക്യാമറ മുഖ്യമന്ത്രിയുടെ മുഖത്തുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഭാവം ഒന്ന് കാണായിരുന്നു. ഏതായാലും ആ ഉഗ്രശപഥവും അതുപോലെ തന്നെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു അപകടവും ലല്ലു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, പ്രചരണ കാലത്ത് സംഭവിച്ചു. അത് ശശി തരൂരിനായിരുന്നു തിരുവനന്തപുരത്ത്. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഭിന്നമായ ഒരു കാഴ്ചയാണ്. കേട്ട ഈ ദൃശ്യങ്ങൾ കണ്ടവരെല്ലാം ഞെട്ടിപ്പോയതാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത്, അല്ലേ? അതും ഈ പറഞ്ഞ പോലെ അദ്ദേഹം പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിച്ച നേരത്തെ ഗോപി പറഞ്ഞ പോലെ വിശ്വാസത്തിൻ്റെ പേരിൽ രക്തം, അല്ലേ, സ്വന്തം രക്തം മണ്ണിൽ വീണു, ക്ഷേത്രത്തിൽ വീഴുന്നത് നല്ല ലക്ഷണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തുലാഭാരം നടത്തിയതിനെ കുറിച്ച് അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞ വിശദീകരണത്തോടെ കേട്ടപ്പോൾ തോന്നി ഈ കോൺഗ്രസിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പരിപാടി അനുസരിച്ച് സ്റ്റേജിലായ അവിടെ ആൾ, ഇതിപ്പോൾ നോക്കിപ്പോണം ആൾ നിൽക്കാത്ത സ്ഥലം ത്രാസായിരുന്നെങ്കിൽ പിന്നെ അതിനകത്ത് തൂങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആൾ ത്രാസിൽ തൂങ്ങിയിട്ടാണ് ഈ ത്രാസ് പൊട്ടി വീണത് എന്നാണ് അമ്പല കമ്മിറ്റിക്കാർ നൽകുന്നത്. അവർ പറയുന്നൊരു വിശദീകരണം അതാണ്. അതായത് ഈ കോൺഗ്രസ്സുകാർ ത്രാസിനെ പോലും വെറുതെ വിടില്ല. അതാണ്. അപ്പോൾ എനിക്കതിനകത്ത് എനിക്ക് ഭയങ്കര സിൻസിയറായിട്ട് എനിക്ക് തോന്നിയൊരു ഫീൽ എന്ന് പറഞ്ഞാൽ, ഈ 8 സ്റ്റിച്ച് തലയുണ്ട്, ത്രാസ് വീണ് അപകടമാണ് പറ്റിയത്. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ മേക്ക് ഓവർ, തലയ്ക്കെട്ടൊക്കെ ഉണ്ട് ഒരു ലല്ലുവിന് വേറെ ആരെയൊക്കെ തോന്നിയെന്നാണ് പറഞ്ഞത്.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോഡ് ഷോയ്ക്ക് അദ്ദേഹം ഒരു ഇതുമില്ലാതെ വളരെ കൃത്യമായി വളരെ കൂളായിട്ടാണ് അദ്ദേഹം അതിനെ സ്ഥാനത്ത് ആ ഒരു സംഭവത്തെ കൈകാര്യം ചെയ്യുന്നത്. വളരെ കൂളായിട്ട് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ശരത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രസവുമായി ആ ചേരുന്ന തലപ്പാവ് ഗോപി ക്ഷമിക്കണം, ആ തലപ്പാവും തരൂര് ഹിറ്റാക്കി എന്നാണോ? എനിക്ക് സംശയമില്ലാത്ത കാര്യമില്ല. കാരണം ഒന്ന് കാണാൻ നല്ല ചന്തമുള്ളൊരു ഒരാളാണ്. അതിന് കൂടെ തലപ്പാവൊക്കെ വന്നപ്പോൾ ഈ സർസിപ്പയുടെ പടമൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. കാണാൻ ഭയങ്കര ഒരു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിച്ച ഒരു അപകടം അല്ലെങ്കിൽ എന്ന രീതിയിൽ കാരണം സാധാരണ സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണം നടത്തുമ്പോൾ ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുക നമുക്ക് പതിവില്ല. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ശശി തരൂരിന് മാത്രമല്ല ഉണ്ടായത്, മഗധി രൂപ രാജ്മുള്ള മണ്ഡലത്തിലെ TDP സ്ഥാനാർത്ഥി, ബീഹാറിലെ സ്ഥാനാർത്ഥി, അങ്ങനെ പലർക്കും ഇതുപോലെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അദ്ദേഹം പറയുമ്പോൾ അത് പറ്റ രീതിയിലുള്ള അപകടമാണ്. പക്ഷേ പ്രാർത്ഥിക്കാൻ പോയി ഒരു അപകടം പറ്റുന്നതും വളരെ അപൂർവമായി സംഭവിക്കുന്നത്. പറഞ്ഞ സ്ഥലത്തും തുലാഭാരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഏതായാലും തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട കാഴ്ചകളിലൂടെയാണ് നിശബ്ദ ചർച്ച ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ ഗ്ലാമർ ബോയിയെ കുറിച്ചുള്ള വാർത്തകളാണ് അല്ലെങ്കിൽ കാഴ്ചകളാണ് അടുത്തതായി. തെരഞ്ഞെടുപ്പും ഈ കാലത്തെ അതിചൂടൊന്നും അല്പം പോലും ഏശാതെയാണ്, വെയിൽ ഒട്ടും പാഴാക്കാതെ ആ സ്ഥാനാർത്ഥി വെയിലുകൊണ്ട് വോട്ട് പിടിച്ചാണെന്ന്. ലല്ലു, ആളെ മനസ്സിലായോ? ശരത്ത് പറയുന്ന ആരിഫിൻ്റെ കാര്യമാണ്. എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ള കാര്യം, ഈ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ഒരു കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ചൂടാണ്. പല സ്ഥാനാർത്ഥികളും രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം വീട്ടിൽ വന്ന് കയറുമ്പോൾ വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പരുവത്തിലാണ് വരുന്നത്. ആ കാർത്ത് കാരുവാളിച്ച് വെള്ളം, പിന്നെ ഗ്ലൂക്കോസ്, കണ്ണദാനം മാത്രമേ ഉള്ളൂ വെള്ളം കുടിക്കാതെ. കണ്ണദാനം മാത്രം വെള്ളം കുടി, മൂത്രം ഒഴിക്കേണ്ടി വരുന്നത് മേടിച്ച് വെള്ളം കുടിക്കാത്ത സ്ഥാനാർത്ഥിയായിരുന്നു പുള്ളി. ബാക്കി എല്ലാവരും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഈ പിന്നെ മാധ്യമപ്രവർത്തകർ ഈ 11 മണി തൊട്ട് 3 മണി വരെ ജോലി ചെയ്യരുതെന്ന് തൊഴിൽ വകുപ്പ് ഉത്തരവൊക്കെ നമുക്ക് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു 6-7 ദിവസം പുറത്തു പോയി വെയിൽ കൊണ്ടതിൻ്റെ അനുഭവത്തിൽ പറയുന്നത്. കാരണം ഇത്രയും ദിവസം വെയിൽ കൊണ്ട സ്ഥാനാർത്ഥികളെ സമ്മതിച്ചു കൊടുത്തു പറ്റും. അപ്പോഴാണ് ആരിഫിൻ്റെ ഗ്ലാമർ മണ്ഡലത്തിൽ ഭയങ്കര ഒരു രസകരമായ രീതിയിൽ അത് ഭയങ്കര അത് പല നിലകളിൽ. അതിനിടയിൽ ആരിഫ് പുസ്തകം എഴുതുന്നു, പ്രകാശനം ചെയ്യുന്നു, മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഇതെല്ലാം വളരെ രസകരമായ ഒരു തെരഞ്ഞെടുപ്പിലെ രസകരമായ കാഴ്ചകളിൽ ഒരു ആലപ്പുഴ കാഴ്ചയാണ്. ഇതൊന്നും കൂസാതെയാണ് ഷാനിമോൾ ഉസ്മാൻ വെയിൽ കൊണ്ട് വോട്ട് പിടിക്കുന്നത്. കാരണം അത് അത്രമേൽ വലിയ വീറുറ്റ പോരാട്ടം നടക്കുന്ന ഒരു മണ്ണാണ് അവിടെ. ഈ പറഞ്ഞ നിലയിലെ രസകരമായ ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പരാമർശം ഒന്ന് കാണാം. ഒരു കുടുംബശ്രീ പ്രവർത്തകരോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ നിയമസഭയിലെ മമ്മൂട്ടിയാണ് ആരിഫ്. അപ്പൊ പിന്നെ നമ്മൾ ജയിപ്പിച്ച് കയറ്റണ്ടേ? മമ്മൂട്ടിയാണ് നിയമസഭയില്. ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ പാവത്തുങ്ങൾക്ക് ഇത്ര സൗന്ദര്യം, പാവങ്ങളുടെ മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ. ഏതായാലും ആരിഫ് അതൊക്കെ ആസ്വദിച്ച് പ്രചരണം നടത്തും. ഇതൊന്നും കൂസാതെ ഷാനിമോൾ. അത് മാത്രമല്ല, തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ദുഃഖമായിട്ട് ഭയങ്കര ശക്തമായ ഒരു പോരാട്ടം ആലപ്പുഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിനിടയിലൂടെയാണ് വോട്ട് പിടിച്ച് ഡോക്ടർ രാധാകൃഷ്ണനും BJP സ്ഥാനാർത്ഥി അദ്ദേഹവും പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അവസാന കാലത്തുണ്ടായ ഒരു വളരെ പ്രധാനപ്പെട്ട വിവാദമാണ് സ്ത്രീ വിരുദ്ധ പരാമർശം എന്ന നിലയിൽ ഒരു വീഡിയോ തന്നെ പൊങ്ങി വരികയാണ് ഉണ്ടായത്. അതങ്ങ് വടക്ക് കണ്ണൂരിൽ നിന്നാണ് രൂപപ്പെട്ടത്. കെ സുധാകരന് വലിയ നിലയ്ക്ക് സമാധാനം പറയേണ്ടി വരുന്ന നിലയിലേക്കുള്ളൊരു ഓള് പ്രയോഗമായി പോയി. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞു, ഓളൊരു നാടൻ പ്രയോഗമാണ്, അത് സുധാകരനൊരു സ്ത്രീ വിരുദ്ധനല്ല എന്നൊക്കെ പറയേണ്ടി വന്നു. അതാണ് ആ വീഡിയോയുടെ ഒരു വലിയ ഇമ്പാക്ട്. സുധാകരനെ സംബന്ധിച്ച് എപ്പോഴും എന്താണ് വിവാദങ്ങളുടെ ഒരു സെൻറ്റർ പോയിന്റ്, അല്ലെങ്കിൽ വാർത്തയുടെ ഒരു സെൻറ്റർ പോയിന്റ് ആയിരുന്നു. പക്ഷേ ഇത്തവണ സെൻറ്റർ പോയിന്റ് ആയത് ഇതിനകത്തോട്ട് ആയിപ്പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം 2 പരസ്യങ്ങളാണ്. അതെ, ഒന്നല്ല 2. അത് ജയിച്ചാൽ BJP പോവില്ല എന്ന് സ്ഥാപിക്കേണ്ട ഒരു പരസ്യം. 2 ഈ ഓളപ്പടിപ്പിച്ചത് വെറുതെ. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സീരിയസ് ആയി വിഷയം അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അതിൽ തമാശയായി. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പരസ്യം ചെയ്യുന്നതെന്ന് പറയുന്നത്. പരസ്യം സത്യത്തിൽ നമുക്ക് ഗുണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ സുധാകരന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ നെഗറ്റീവ് പബ്ലിസിറ്റി നല്ല പബ്ലിസിറ്റി ആണെന്നൊരു പ്രശ്നമുണ്ട്. അല്ലാത്തത് നല്ലതൊക്കെയാണ്. അതിന്റെ മേളിൽ നിന്ന് മറുപടി പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ഇപ്പോൾ ലല്ലുവും ഗോപിയും പറഞ്ഞ പോലെ തന്നെയാണ് സുധാകരന്റെ ആ വിശദീകരണത്തിൽ അടങ്ങിയിട്ടുണ്ട് അദ്ദേഹം അനുഭവിച്ച ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം അനുഭവിച്ചൊരു സാഹചര്യം. സുധാകരന്റെ വാക്കുകളൊന്ന് കാണാൻ വീണ്ടും. അവൾ കേരള ജനപക്ഷ സെക്യൂരിനെ എൻഡിയുടെ ഭാഗം അവൾ എന്ന് പറയുന്ന ഒരാളാണ്. ആ ഒരാളെ കുറിച്ച് ആ പരാമർശം വനിതകളെ കുറിച്ചോ വനിതാ സമൂഹത്തെ കുറിച്ചോ അല്ല. അവൾ നമ്മുടെ കണ്ണൂരിലെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ ഈ അവൾ ഓള് എന്നാ പറയാ. അവളെന്നുമല്ല, ഓള്, ഓൻ, ഇതൊക്കെ പണ്ട് നായനാര് സ്ഥിരമായി പ്രയോഗിച്ച വാക്കുകളാണ്. ഇതിനകത്ത് ഓക്കും ഓനും ഏറ്റവും പ്രചുര പ്രചാരം കൊടുത്തത് EK നായനാരാ. അപ്പൊ അതൊക്കെ നമ്മളെ കണ്ണൂരിലൊരു കൊളോക്കിയൽ ലാംഗ്വേജാ. ആ ലാംഗ്വേജിന്റെ അകത്ത് എന്താ അപമാനം?
ഏതായാലും അത് കൊളോക്കി ലാംഗ്വേജാണ്, കൊളവാക്കി എന്നേ പറയാൻ പറ്റും. അതേതായാലും കുളവായോ ഗുണമായോ എന്നൊക്കെ ഏതായാലും വോട്ടെണ്ണുമ്പോൾ ഇതുപോലെ ചർച്ച ചെയ്യാനേ കഴിയും. നമ്മൾ ഈ ട്രോളുകളെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. വിഷലിലും ഇടയ്ക്ക് അല്ലേ വന്ന ചില്ലറ കക്ഷിയല്ല. അതാണ്, അതായത് ഒരു കാരണവശാലും പി സി ജോർജിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നുള്ള ട്രോളിലാണ്. പി സി ജോർജിന്റെ ഇത്തവണത്തെ മാറ്റം അത് ഈ എൻ ഡി എയിലേക്കാണ്. യു ഡി എഫും ഇല്ല, അപ്പുറത്ത് എൽ ഡി എഫ് വേറെങ്ങും ഇല്ല. അതാണ് അതിനകത്തൊരു വേറൊരു പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള രാഷ്ട്രീയത്തിൽ ഈ കാലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പി സി തോമസിനെ കടത്തിവെട്ടി. അതെ, തോമസിനെ കണക്കുമല്ലല്ലോ. ഈ ഒറ്റയാനായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ട് ഒരു മുന്നണിയുടെ സഹായം ഇല്ലാതെ ജയിച്ചു വന്നിങ്ങനെ ജില്ലെന്ന് പറഞ്ഞിരുന്ന കക്ഷിയാണ്. അപ്പോൾ പി സി ജോർജ് എൻ ഡി എയിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും പി സി ജോർജ് എൻ ഡി എയിലേക്ക് വരുന്ന നോക്കുമ്പോൾ പി സി ജോർജ് അല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. അത് പുള്ളി എങ്ങോട്ടും പോകാവുന്ന തരത്തിലുള്ളൊരു കക്ഷിയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഈ കഴിഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പി സി ജോർജിന്റെ ഒരു രാഷ്ട്രീയ പരീക്ഷണം ഉണ്ടായിരുന്നു. ജയിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ VSDP ആയിട്ട് മറ്റേ ഭയങ്കര മറ്റേ നാട്ടുകാരെ വിളിച്ചു, അവരെ ഹിതപരിശോധന നടത്തി സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. അതെ, ഹിതപരിശോധനയ്ക്ക് 6000 വോട്ട് മറ്റേ കിട്ടിയാന്ന് തോന്നുന്നു. പിന്നെ കൂടെ നിന്ന് VSDP കണ്ടതുമില്ല. അവസാനം കുടം ചിഹ്നത്തിലാണ് മത്സരിച്ചത്. കുടമൊക്കെ പൊട്ടി തകർന്ന് അങ്ങനെ പല രാഷ്ട്രീയ പരീക്ഷണങ്ങളും നടത്തി. അതിലൊന്നും മനോഹരമായി തോറ്റിട്ട് പോലും അതൊന്നും ഒരു പ്രശ്നമില്ല. നിയമസഭയിൽ ശബരിമല പ്രശ്നത്തിൽ കറുപ്പും രാജഗോപാലിനൊപ്പം അതായിരുന്നു ഇതിന്റെ ഒരു തുടക്കം എന്ന് തോന്നുന്നു. പക്ഷേ ഈ ശ്രീധരൻപിള്ളയുമായി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞ രസകരമായ ഒരു കമന്റ് ഉണ്ട്. ഞാൻ പ്രത്യേകിച്ചൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല ഗോപി, പക്ഷേ വേണ്ടത് കണ്ടറിഞ്ഞ് എൻ ഡി എ തന്നോളൂ. അത് വേണ്ടത് കണ്ടറിഞ്ഞ് എൻ ഡി എ തന്നോളൂ എന്ന് പറഞ്ഞതിനകത്ത് എനിക്കൊരു സംശയം. രാജ്യസഭാ സീറ്റാണോ? അത് എനിക്ക് തോന്നുന്നത് ദേശീയ വനിതാ കമ്മീഷന്റെ ഒരു പിടുത്തം പി സി ജോർജിന് മേളിൽ ഇപ്പോഴും ഉണ്ട്. മറ്റേ ആ വിവാദ പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ട് ആ പിടുത്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള പിടുത്തമാണോ എൻ ഡി എയിലേക്ക് എന്നുള്ളത് അതെല്ലാം കാലം തെളിയിക്കട്ടെ എന്നാണ്. പക്ഷേ ഈ സമയത്ത് എൻ ഡി എ സംബന്ധിച്ച് പി സി ജോർജിനെ പോലെ ഒരു നേതാവ് വരുന്നത് ഇത് കണ്ടാൽ ലല്ലു പി സി ജോർജ് ചോദിക്കും, നിങ്ങൾ എന്നെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചു, എന്നാൽ ഞാൻ പറഞ്ഞത് ഒരു വരി കൊടുത്തു എന്ന് ചോദിക്കില്ല. അത് കേൾക്കാതിരിക്കണം. പി സി ജോർജിന്റെ വാക്കുകളൊന്ന് കാണാം. കേരള ജനപക്ഷം സെക്യുലറിനെ എൻ ഡി എയുടെ ഭാഗമാക്കിയതിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവർ രാജ്യസഭ തരാമെന്നില്ലാലും എനിക്കറിയത്തില്ല, അങ്ങനെ ഉണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അതൊക്കെ എൻ്റെയും എൻ്റെ പ്രവർത്തകരുടെയും ആത്മാർത്ഥത മനസ്സിലാക്കി എൻ ഡി എ നേതൃത്വം ഇഷ്ടമുള്ളത് ചെയ്യാം. കേട്ടോ, ഇതാണ് പി സി ജോർജ്. വളരെ നൈസായി ഉള്ളിലുള്ളത് ഞാൻ ചോദിക്കാതെ ചോദിച്ചു. സംഭവം കാണാനൊക്കെ ഉള്ള ജൂനിയർ കോൺട്രാക്ടിന്റെ പ്രതിമണക്കാ വരുന്നത്. ഏതായാലും ഈ ബൈറ്റുകൾ, ഈ കണ്ട വിഷ്വലുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ. കാരണം ആള് പി സി ജോർജാണ്. എന്തും ഇനിയിപ്പോ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ വെള്ളാപ്പള്ളി കിട്ടിയ മാതിരി ഒരു സുരക്ഷയെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. മറ്റേ SPG അവർക്ക് ഭക്ഷണം കൊടുത്ത് മുടിയാനേ. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ തെക്ക് നിന്നൊരാൾ അങ്ങ് അറ്റം വടക്ക് സ്ഥാനാർത്ഥിയായി പോയിട്ടുണ്ട്. മിസൈൽ ദൂരപരിധി എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ മിസൈൽ മറ്റേ 750 കിലോമീറ്റർ ദൂരം, 800 കിലോമീറ്റർ മിസൈൽ എന്നൊക്കെ പറയുന്നത് മിസൈൽ ദൂരപരിധിയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരത്ത് നേരെ കാസർഗോഡാണ് എന്ന് വീഴുന്നേക്കുന്നത് അല്ലേ? പക്ഷേ കാസർഗോഡിന്റെ ഒരു തനി ഭാഷാ പ്രയോഗത്തിലൂടെ രാജ്മോഹൻ ഉണ്ണിത്താനെ അവർ വിശേഷിപ്പിച്ചില്ല. ആ പോസ്റ്റർ ഭയങ്കര, ആ ചുവരെഴുത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം എങ്ങനെയായിരുന്നല്ലോ അത്? രാജ്മോഹൻ ഉണ്ണിച്ച. കാസർഗോഡുകാർ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു ഉണ്ണിച്ചാക്ക് എന്നാണ്. ഉണ്ണിച്ചാക്ക്, അതായത് ഇപ്പൊ നമ്മൾ മലപ്പുറത്തുകാരാണെങ്കിൽ ബഷീർക്ക അല്ല യൂനുസുക്ക ഇക്ക എന്ന് വിളിക്കുന്നതിന് പകരം കാസർഗോഡ് എത്തുമ്പോൾ ഉണ്ണിച്ച എന്നാവും. അപ്പൊ ലല്ലു പറഞ്ഞ പോലെ ഭയങ്കര സ്നേഹത്തോടു കൂടി വിളിക്കുന്നതാണ്. പക്ഷെ രാഷ്ട്രീയം കൂടി ആ സ്നേഹത്തിൽ. പക്ഷേ ഇതിന്റെ പ്രശ്നം ഇത് തെക്കോട്ടുള്ളവരൊക്കെ ഇത് കാണുമ്പോൾ ചാക്കോ, ഞാനത് അറിയാതെ ചോദിച്ചു പോയത്. ഉണ്ണിച്ചാക്ക് എന്നാണ് വായിച്ച് നിർത്തിയത്. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താനോടുള്ള അവരുടെ സ്നേഹമാണ് ഉണ്ണിച്ച. എങ്ങനെയാണ് ഒന്നുകൂടെ പറഞ്ഞത്? ഉണ്ണിച്ചാക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ണിച്ചായ്ക്ക് വേണ്ടി. ഏതായാലും ഉണ്ണിത്താനും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? ഉണ്ണിത്താരുടെ ചോദിച്ചെങ്കിലും മനസ്സിലാക്കിക്കാണോന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. ഒരു വലിയ രാഷ്ട്രീയ പ്രക്രിയ പൂർത്തീകരിക്കാൻ, അതായത് ലയനം, രാഷ്ട്രീയത്തിലെ ലയനം ഒരു വലിയ സംഭവമാണല്ലോ. ആ ലയന പ്രക്രിയ പൂർത്തിയാക്കാൻ ഒരു നേതാവ് നേരിട്ടൊരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ വീടിന്റെ ഗ്രഹനാഥ വീടും പൂട്ടി ഗേറ്റും പൂട്ടി സ്ഥലം വിട്ട് കളഞ്ഞു. ലല്ലു കാണാൻ അതാ ഞങ്ങൾ ലയിക്കാൻ വന്നതാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ നേതാവ് പുറത്തു നിൽക്കുകയാണ്. അതിലേക്ക് കയറാൻ കഴിയുന്നില്ല അല്ലേ? ലയിച്ചേ അടങ്ങുമെന്നായിരുന്നു രാജൻബാബുവിന്റെ വാശി. രാജൻബാബു എൻ ഡി എയുടെ ഘടകകക്ഷിയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഗൗരിയമ്മ അടുത്തേക്ക് വരികയാണ്. എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലയിക്കാൻ വന്നതാണ്, ജയിച്ചടങ്ങും. അതാ ഗൗരിയമ്മ ഇറങ്ങി. അതെ അതെ, ഇതാണല്ലേ സംഭവം. ഗൗരിയമ്മയുടെ പഴയ എല്ലാമായ നേതാവല്ലേ രാജൻ? അതെ അതെ അതെ, UDF സെക്രട്ടറി ആയിരുന്നു. അതെ അതെ അതെ.
ഓരോ സമയത്തെ തലതിരിഞ്ഞ രാഷ്ട്രീയ തീരുമാനങ്ങൾ കൊണ്ട് വഴിയാധാരമായി പോയ കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് നേതാക്കളുണ്ട്, ചില പേരുകളുണ്ട്. ആ കാറ്റഗറിയിൽ എന്താണ് അത് ലയിക്കാൻ പോവാ, ഗേറ്റ് തല്ലി പൊളിച്ചിട്ട്. കാരണം പൂട്ടിട്ട് സംഭവം പൂട്ടി താക്കോല് മാറ്റി വെച്ചിട്ടുണ്ട്. ലയനം നടന്നോന്ന് വ്യക്തമല്ല. ഏതായാലും ഒരു ലയനത്തിൽ പെടുന്ന പാടുകളാണ് അല്ലേ. കേരള കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പിളർപ്പ് ഇങ്ങനെ ലയിക്കാൻ ഈ ഗേറ്റ് കുത്തിപ്പൊളിച്ച് കയറി ലയിച്ചൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഏത് സാഹചര്യവും മറികടന്ന് ധീരമായി ലയിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. അതെ അടുത്ത പിളർപ്പിന് എന്നാണ്. റൈറ്റ്. ഏതായാലും രാജൻ ബാബുവിന്റെ ആ കാഴ്ചയും ആ ലയനവും ഒക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അത് ഈ തെരഞ്ഞെടുപ്പിൽ അത്ര പ്രസക്തവുമല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രസമുള്ള കാഴ്ച എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ്. മനസ്സില്ലാ മനസ്സോടെ ഒരാൾ സ്ഥാനാർത്ഥിയായി. പാർട്ടിക്കാർക്കൊക്കെ വലിയ എതിർപ്പായിരുന്നു. പക്ഷെ ഒടുവിൽ പാർട്ടിക്കാർക്ക് ആ തീരുമാനം അംഗീകരിച്ച് ഇന്നസെന്റിനെ സ്ഥാനാർത്ഥിയായി വോട്ട് അഭ്യർത്ഥിച്ച് കൊണ്ടു നടക്കേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ പോലെ ആ പ്രചരണത്തെ ഉഷാറാക്കാൻ സാക്ഷാൽ മമ്മൂട്ടി റോഡ് ഷോയ്ക്ക് എത്തി എന്നത് ചാലക്കുടിയിലെ മറ്റൊരു വലിയ കാഴ്ചയാണ്. എനിക്കൊന്ന് കഴിഞ്ഞ തവണ മോഹൻലാലും പോയിരുന്നു 2014. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വേറൊരു സംഭവം. ഒരാളിപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ബിജു മേനോൻ വോട്ട് വയ്ക്കാൻ വരും. ബിജു മേനോൻ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നതിനെ വിമർശിച്ചുകൊണ്ട് പലരും അതിൽ സുരേഷ് ഗോപി വല്ലാതെ വയലന്റ്. മറ്റു ചിലയിടങ്ങളിൽ ചിലരൊന്നും പോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ, ഇവിടെ ആരെങ്കിലും വരുമ്പോഴാണല്ലോ എന്ന മട്ടിൽ സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിലായിരുന്നു ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ചയും പോലെല്ലാം നടന്നത്. മമ്മൂട്ടി ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നത് സംബന്ധിച്ച് അത്തരത്തിലുള്ള വിമർശനം. അപ്പം ഈ വിമർശനം പലപ്പോഴും സെലക്റ്റീവ് രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദത്തിന്റെ കൂടി ഒരു അതെ. മറ്റൊന്നുകൂടി വേഗത്തിൽ പറയും. ഈ വിഷലിനപ്പുറത്ത് ചാലക്കുടിയിൽ ഈ രോഗം ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയിരുന്നു. ഇന്നസെന്റിനെതിരെ അതൊരു പ്രചരണ വിഷയമായി UDF കൊണ്ടുപോകുന്നു. തൊട്ടു പിന്നാലെ UDFന്റെ സ്ഥാനാർത്ഥി ആശുപത്രിയിലാകുന്നു. അങ്ങനെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് ബെന്നി ബെഹനാന് കുറച്ച് ദിവസം വിട്ടു നിൽക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ അതിനകത്തും ഭയങ്കര ഒരു മാതൃക അല്ലേ, ഒരു മാതൃക എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് അദ്ദേഹത്തെ ബെന്നി ബെഹനാൻ ആശുപത്രി പോയി കാണുന്നു. നല്ല മാതൃകാപരമായ അത്തരത്തിൽ ആരോഗ്യകരമായ മത്സരം എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള ചില നല്ല പ്രവണതകൾ, നല്ല കാഴ്ചകളിലൊന്ന്. ഏതായാലും വടകരയെ കൂടി ഒന്ന് ഓർത്തുകൊണ്ടുപോകാം. വടകര വലിയ കൊലപാതക രാഷ്ട്രീയം, കൊലയാളി എന്ന വിളി, ഇതെല്ലാമാണ് വടകരയുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്തെ സജീവമാക്കി ഏറ്റവും ചർച്ചാ വിഷയമാക്കി നിർത്തിയത്. അതുകൊണ്ടാണ് മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോയതും. പക്ഷെ അവിടെ കണ്ട വ്യത്യസ്തമായ ഒരു എനിക്കൊന്ന് പോസ്റ്ററാണെന്ന് തോന്നുന്നു അല്ലേ? പോസ്റ്ററില്ല, അതൊരു ഒരു അവാർഡ് വിവരമാണ്. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഭയങ്കര ചർച്ചയാണ്. പി ജയരാജന് ജീവകാരുണ്യത്തിനുള്ള അവാർഡ്. അതെ, അത് അദ്ദേഹം ചെയർമാനായിട്ടുള്ള എന്തോ ട്രസ്റ്റോ മറ്റോ ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അതും ഭയങ്കരമായ ചർച്ച വടകരയിൽ. കാരണം വടകര നമുക്കറിയാം എന്നും കൊട്ടിക്കലാശം നടക്കുന്നത്, ഞാൻ പോയതാണ്, എന്നും കൊട്ടിക്കലാശം നടക്കുന്നൊരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിൽ നിന്നാണ് ഇങ്ങനൊരു വാർത്ത, കൊലപാതക രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽ. റൈറ്റ്. ഏതായാലും ഈ പ്രചരണത്തിൻ്റെ അതിശക്തമായ നാളുകളിൽ ഈ വലിയ ആക്ഷേപങ്ങൾക്കുള്ള ഇപ്പോൾ ലല്ലുവും ഗോപിയും സൂചിപ്പിച്ചതുപോലെ ഒരു മറുപടി പോലെയാണ് ഈ ജീവകാരുണ്യത്തിനുള്ള പ്രവർത്തനത്തിനുള്ള അവാർഡ് കിട്ടിയ ജയരാജനെ ഇടതുമുന്നണി അവിടെ വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചതും. എല്ലാത്തിനും അപ്പുറം ഈ വിഷയങ്ങളെല്ലാം പ്രേക്ഷകരായ വോട്ടർമാരാണ് യഥാർത്ഥ വിധിയെഴുത്ത് നടത്തേണ്ടത്. അതിൻ്റെ ഒരു കാലത്തിലേക്ക്, സമയത്തിലേക്ക് കേരളം പോവുകയാണ്. അതിനു മുമ്പ് മറക്കാനാവാത്ത ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തെ ശ്രദ്ധേയമായ ദൃശ്യങ്ങൾ, കാഴ്ചകൾ, രാഷ്ട്രീയ കാഴ്ചകളാണ് അവതരിപ്പിച്ചത്. എല്ലാവരോടും പറയാനുള്ളത് ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണല്ലോ. അത് പരമാവധി എല്ലാവർക്കും അറിയാം, എല്ലാവരും വിനിയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ഉറപ്പല്ലേ? എല്ലാവരും പോവും. കാരണം ഈ പ്രചരണത്തെ കണ്ട ഒരു ആവേശം നാളെ പോളിംഗിൽ ഉണ്ടാകും. വോട്ട് ചെയ്യാൻ പലപ്പോഴും അവസരം ലഭിക്കാത്ത മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികളായി നിന്നുകൊണ്ട് ഞാൻ ലല്ലു വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനും ഗോപിയും തൽക്കാലം ഈ മണിക്കൂറിൽ ഇവിടെ നിന്ന് പോകുന്നു. ലല്ലു നേരെ വോട്ട് ചെയ്യാൻ കൊല്ലത്തേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ രസക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല, അത് ചരിത്രമായി മാറും. അതിൽ നിന്ന് ഒരുപാട് പുതിയ രാഷ്ട്രീയ സംഭവങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉടലെടുക്കും. വളരെയധികം നന്ദി ഞങ്ങളെ കണ്ട പ്രേക്ഷകർക്ക് കഴിഞ്ഞ ഒരു മണിക്കൂർ ഈ നിശബ്ദ ചർച്ച കണ്ടതിന്. ഞാനും ലല്ലുവും ഗോപിയും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.